ശരി, റിജിൽ മാക്കുറ്റി, ഇന്നിപ്പോൾ വി.ഡി. സതീശൻ പ്രതികരിച്ചത് ബി.ജെ.പിയുമായുള്ള CPM-ന്റെ അവിശുദ്ധ ബന്ധത്തിന് അതിന് ഇടനിലയായി പ്രവർത്തിച്ചിരുന്നത് EP ആയിരുന്നു. ഇപ്പോൾ EP-ക്കെതിരെ നടപടിയെടുത്ത് എന്ത് കാര്യത്തിനാണ്, ഇപ്പോഴുള്ള നടപടി എന്തിനാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായില്ല എന്നാണ്. നിങ്ങളുടെ കോൺഗ്രസിനെ മൊത്തം മനസ്സിലാക്കൽ അങ്ങനെയാണോ? അങ്ങനെ BJP CPM-ന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയായിരുന്നോ EP? തീർച്ചയായും സ്മൃതി, യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ലൈസൺ വർക്ക് CPM-ഉം BJP-യും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിരുന്നല്ലോ. അതിൻ്റെ തെളിവാണ് പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നും മുഖ്യമന്ത്രിയായി ഈ കേരളം ഭരിക്കാനുള്ള കാരണം പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ലൈസനാണ്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുത്തതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തതുമെല്ലാം EP ജയരാജനാണ് എന്ന് കൃത്യമായിട്ട് അറിയാം. ഈ പ്രഭാരിയായിട്ടുള്ള പ്രഭാസ് ജാവേദ്കർ ഒരു ദിവസം സുപ്രഭാതത്തിൽ മകൻ്റെ ബർത്ത്ഡേ അറിഞ്ഞ് അവിടെ കയറിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്ന ആളുകൾ തന്നെയല്ലേ? അങ്ങനെയൊന്നും പോയ ആളല്ല. അങ്ങനെ ആരെങ്കിലും ഒരു പ്രത്യേകിച്ച് CPM-ൻ്റെ ഒരു കേന്ദ്ര കമ്മിറ്റിയും LDF കൺവീനറും വീട്ടിലേക്ക് മകൻ്റെ ബർത്ത്ഡേക്ക് പാർട്ടി അറിഞ്ഞ് പോകാൻ എന്ത് ബന്ധമാണ് ഈ പ്രകാശ് ജാവേദ്കറുമായിട്ട് EP ജയരാജനുള്ളത്? ആ EP ജയരാജൻ വളരെ കൃത്യമായി ഈ ലൈസൺ വർക്ക് നടക്കുമ്പോൾ തന്നെ ഈ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ BJP-യെയും CPM-നെ ഒന്നിപ്പിക്കുന്നതിൻ്റെ പണിയെടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കച്ചവടമായി മുമ്പോട്ട് പോയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് BJP-യുടെ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള വൈദേഹം ട്രസ്റ്റും നിരാമായ ട്രസ്റ്റും ചേർന്നിട്ടുള്ള ബിസിനസ് ബാന്ധവം വളരെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള LDF കൺവീനറായിട്ടുള്ള EP ജയരാജൻ BJP നേതാവുമായി ബിസിനസ് പാർട്ട്ണർഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം പുറത്തു വന്നിട്ട് എന്ത് EP ജയരാജനെതിരായി നടപടിയെടുക്കാത്തത്? അതിലെ നടപടിയെടുക്കേണ്ടത്. അപ്പോൾ അതിനെ പാർട്ടി തള്ളി പറഞ്ഞോ? ബിസിനസ് ആവാം BJP-യുമായിട്ട്, കൂട്ടുകച്ചവടം ആകാം BJP-യുമായി നേതാക്കന്മാരുമായി പിന്നെ മറ്റു തരത്തിൽ ലൈസൻസ് വർക്കുകൾ ഉണ്ടാക്കാം. അതൊന്നും പ്രശ്നമല്ലേ? അപ്പോൾ അതൊക്കെ ഇവിടെ കിടക്കുകയല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ MV ഗോവിന്ദൻ ഇന്ന് പോലും അത് തള്ളി പറഞ്ഞിട്ടില്ലല്ലോ EP ജയരാജൻ്റെ ബിസിനസ് ബന്ധം? അതുമാത്രമല്ല, LDF കൺവീനറിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ ആരാ? BJP-ക്കാരാണ്. സുരേഷ് ഗോപിക്ക് പിന്നെ മാർക്ക് കൊടുത്തതാരാ? EP ജയരാജൻ. MT രമേശിന് മാർക്ക് കൊടുത്തതാരാ? EP ജയരാജൻ. അതോടെ രാജീവ് ചന്ദ്രശേഖരന് മാർക്ക് കൊടുത്തതാരാ? EP ജയരാജൻ. അനിൽ ആന്റണിക്ക് മാർക്ക് കൊടുത്തതാരാ? EP ജയരാജൻ. അല്ലല്ല, എന്ത് നടപടി? എന്ത് നടപടി എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള പാർട്ടിക്കകത്തുനിന്നാണ് നടപടി എടുക്കേണ്ടത്. EP ജയരാജനും രാജീവ് ചന്ദ്രശേഖരനുമായി ബിസിനസ് ബന്ധം ഇപ്പോൾ നടക്കല്ലേ? എന്തേ നടപടി എടുക്കാത്തത്? LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അങ്ങ് മാറ്റി എന്നതിൻ്റെ പേര് അതാണോ നടപടി? അതല്ലല്ലോ നടപടി. പാർട്ടി ആർജവത്വത്തോടു കൂടി നടപടി എടുക്കാണ്ട് അങ്ങനെ നടപടി എടുത്തോ? നടപടി എടുത്തില്ല. എന്തുകൊണ്ടാണ്? നടപടി എടുക്കാൻ അതിൻ്റെ അകത്ത് നടപടി എടുക്കാൻ കഴിയില്ല. ഇതിപ്പോൾ നേരത്തെ ഇവിടെ ശ്രീ PSN സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി സമ്മേളനങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ അതിനകത്ത് അണികൾ ഇവരൊന്നും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പാർട്ടിക്കെതിരായി അല്ലെങ്കിൽ എതിർവായിക്ക് തിരുവായില്ലാതെ പിണറായി വിജയനെ മാത്രം മുൻകഴിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി അണികൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തോടു കൂടി പിണറായി വിജയൻ അതോടെ അദ്ദേഹത്തിന്റെ ഈ ഉപജാപക സംഘത്തിനുമെതിരായി ആഞ്ഞടിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനത്തിൽ സഖാക്കന്മാർ കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പൊടിക്കൈ എടുക്കുക എന്നതിന്റെ ഭാഗമായി മാത്രമാണിത്. അല്ലാതെ EP ജയരാജൻ നടപടി എടുക്കുക പിണറായി വിജയൻ നട്ടലുണ്ടോ? CPM നട്ടലുണ്ടോ? ഗോവിന്ദ മാഷക്ക് നട്ടലുണ്ടോ? കാരണം നടപടിയെടുത്താൽ EP ജയരാജൻ പലതും വിളിച്ചു പറയും. EP ജയരാജൻ വിളിച്ചു പറഞ്ഞാൽ പിണറായി വിജയന് നടപടിയെടുക്കുമ്പോൾ അത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വേണം നടപടി. റിജിൽ മാക്കുറ്റി, അതാണ് അതിന്റെ സംഘടനാ രീതി. അപ്പോൾ ഇവിടെ എടുക്കാവുന്ന നടപടി എന്നുള്ളത് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കുക എന്നുള്ളതാണ് ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഇത് ഇന്നല്ലേ തുടങ്ങിയല്ലോ. എന്തേ കേന്ദ്ര കമ്മിറ്റി ഇതുവരെ കൂടിയിട്ടില്ലേ? എന്താ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഇതുവരെ പോളിറ്റ് ബ്യൂറോ കൂടാതെയാണോ? ഇത്രയും കേന്ദ്ര കമ്മിറ്റി അംഗം BJP-യുടെ നേതാവുമായി ഈ കാലം അത്രയും ബിസിനസ് ബന്ധം നടത്തിയിട്ട് എന്തേ കേന്ദ്ര കമ്മിറ്റിക്ക് അത് കണ്ടെത്തി അതിന് നടപടി എടുത്തിട്ടില്ലേ? ഇതിപ്പോൾ LDF കൺവീനർ സ്ഥാനത്ത് ഒഴിവാക്കിയെന്ന് പറയുന്നു. അതിനു മുമ്പ് എന്തുകൊണ്ട് പാർട്ടി കേന്ദ്ര കമ്മിറ്റികൾ കൂടിയല്ലോ? അതിനകത്ത് എന്താ ചർച്ച വന്നില്ല? എന്തോ നടപടി വന്നില്ല? എന്തുകൊണ്ട് മാറ്റി നിർത്തിയിട്ടില്ല? ഇപ്പോഴാണ് ഇനി കേന്ദ്ര കമ്മിറ്റി കൂടേണ്ടത്? ഇത് ഇന്നലെ തുടങ്ങിയതാണോ? അപ്പോൾ എന്തുകൊണ്ടാണ് അതിനകത്ത് ചർച്ച ചെയ്യില്ല? EP ജയരാജനെ തൊടാൻ ഈ പാർട്ടിക്കകത്ത് നിന്ന് നടപടി എടുക്കാൻ അല്ലെങ്കിൽ അയാളെ മാറ്റി നിർത്താനുള്ള ആർജവം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിക്കുമില്ല, പിന്നെ സീതാറാം യെച്ചൂരിക്കുമില്ല, ഗോവിന്ദ മാഷക്കുമില്ല. അതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ശരി.